ഫോർട്ട് കൊച്ചിയിലെ ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയപ്പെടേണ്ട ആൾക്കാരാണ്. ഈ ഒരു കൂപ്പണാട്ടാ ഫസ്റ്റ് അടിച്ചേക്കണത്. വീണാ കല്ല് തട്ടി വീണാ? അയ്യോ, ഇപ്പൊ ഒറ്റക്കൈ അല്ലേ? അടിപൊളി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് പരാതി എഴുതി തരുവോ, എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഹായ് ഗായ്സ്, ഇന്ന് 21-ാം തീയതി ആണ്ടാ. അതായത് നമ്മുടെ KL43 കൊച്ചി ടാക്സി ഡ്രൈവേഴ്സ് സൊസൈറ്റി അതിൻ്റെ പുതുവത്സര പരിപാടിയാണ്ടാ. മെയിനായിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ നറുക്കെടുപ്പിൽ 19 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂപ്പൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നറിയാം നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ആർക്കെങ്കിലും ആ സമ്മാനം കിട്ടിയിട്ടുണ്ടായില്ലേ എന്നേട്ടാ. ഇപ്പോൾ നമ്മളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ അതുൽ മച്ചാനും നിഖിൽ മച്ചാനും ഉണ്ട് കേട്ടോ. ഇപ്പം വേറൊരു മച്ചാനും കൂടി ഓടി കയറും. ഇപ്പം ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ നമ്മുടെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൻ്റെ അവിടെ YWCA എന്താണ് അങ്ങനെ എന്തോ അല്ലേ, ആ ഹോളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് വാട്ടാ. 100-500 പേരുള്ള ഗ്രൂപ്പിൽ എത്ര പേര് വരുമെന്നൊന്നും അറിയില്ല. ഇന്ന് വന്നവരെല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാട്ടാ. നമ്മുടെ കൊച്ചിയിലുള്ള എല്ലാ പിള്ളേരും ഉണ്ടാവട്ടെ. ഇന്ന് പൊളിക്കുന്നമ്മ. ഞങ്ങളെ ടാക്സി അസോസിയേഷനിലെ പ്രധാന പുള്ളിയാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, പള്ളുരുത്തി പപ്പൻ. നമ്മുടെ ഫോർട്ട് കൊച്ചി മദർ ട്രീ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ, കഴിഞ്ഞിട്ടില്ല. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണല്ലോ നിങ്ങളത്. ആ വണ്ടി ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടികളൊക്കെ നിരന്ന് കിടക്കണ്ട. ഇനിയും വരാനുണ്ട്. 10 മണിയാ പറഞ്ഞേക്കണത്. ഇപ്പൊ എത്തോട്ടെ എല്ലാരും. കുറെ പേര് അവിടെ നിൽക്കണ്ട്. കൂപ്പൺ കീറി സെറ്റാക്കി ഇടണുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. കൂപ്പണെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കണ, എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം കുറേ കൂപ്പൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കടിക്കുമെന്ന് നമുക്ക് നോക്കട്ടെ. ഇന്ന് ഇതിൻ്റെ ഉള്ളിലാണ്ടോ പരിപാടി വെച്ചേക്കുന്നത്. വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രസിഡന്റ് പോണ്ടിട്ടാ. ചെറിയൊരു പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ MBD സാറൊക്കെ വന്നിട്ടുണ്ട്. കാണാം നമുക്ക്, എന്തായാലും ലൈവായിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിലാണ്ട നറുക്കെടുപ്പ്. നമ്മുടെ ചെറിയൊരു പോസ്റ്റ് ഞങ്ങൾ ഇത്രയും പേര് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നേണ്ട. ഈ ചായക്കട അറിയോ? നമ്മുടെ ഫാസിൽ വന്ന് ചായ കുടിക്കണ കടയുണ്ടത്. ഈ സ്പോട്ട് ഓർമ്മ കേട്ടോ. ഇതൊരു ഹോം സ്റ്റേ ആണ്. പക്ഷേ നമ്മുടെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച ഒരു പടത്തിൻ്റെ ഒരു സീനുണ്ട്. യോ ബിഗ് ബി മറ്റേ തീർക്കണ ഇവിടെ അല്ലേ? മമ്മൂക്കത് അവിടെ ഇരിക്കണത്. ചെറിയ പോസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോയടാ. നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇപ്പം എത്താൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അതുൽ ബ്രോ ക്യാമറയുടെയൊക്കെയാണ് വന്നേക്കണത്. മച്ചാനെ കൊണ്ട് 2-3 ക്ലിക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ആന്റണി ബ്രോ സെറ്റാണ്. മാസൻട്രി. യെസ്, ഹായ് ബ്രോ. ബാഡ്ജ് സെറ്റാക്കിട്ടാ എല്ലാവരും ബാഡ്ജ് ഇട്ടിട്ടുണ്ട്. KL43 ആന്റണി. പിന്നെ ഇവിടെ സൗജന്യ നേത്ര ചികിത്സയും കൂടി ഉണ്ട് കേട്ടോ. അതുൽ ബടി ക്യാമറയൊക്കെ വെച്ച് തകർക്കുന്നുണ്ട്. പരിപാടി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് സംഭവം. KL43 കൊച്ചി ടാക്സി ഡ്രൈവേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും ക്ഷേമനിധി അംഗത്വ ബോധവൽക്കരണ ക്ലാസും
സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ്. ഓക്കെ, ഫുഡ് ഇന്നെല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, ഞാനൊന്ന് പുറത്തേക്ക് പോയപ്പോൾ പരിപാടി തുടങ്ങിയിട്ടാ. ഇവിടെ വെള്ളമടി പരിപാടിയാണ്. പ്രാർത്ഥന അശോക് സാർ, പിന്നെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിലും KL40 ഗ്രൂപ്പിൻ്റെ പേരിലും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ പ്രസിഡന്റിന്റെ പ്രസംഗം തുടങ്ങാൻ വേണ്ടി പോകണ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് മാറി ഒരു സൊസൈറ്റി രൂപീകരിച്ച് പല ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളിലൂടെയാണ് നമ്മുടെ ഇത്രയും മെമ്പേഴ്സായിട്ട് കൊച്ചിയിലെ ആകമാനം ഒരു ഓളം സൃഷ്ടിച്ചുകൊണ്ട്, ടാക്സി മേഖലയിൽ ഒരു ഓളം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ നമ്മുടെ KL43 കൊച്ചി ടാക്സി ഡ്രൈവേഴ്സ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മൾ ഏക മനസ്സായിട്ട് ഇവിടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്നും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷറഫ് സാർ, ഇവിടെ നമ്മുടെ മെമ്പർഷിപ്പ് കാർഡ് വിതരണ ഉദ്ഘാടനത്തിനായി എത്തിച്ചേരാൻ എന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ ചന്ദ്രഭാനു സാർ, ജോയിന്റ് RTO, ഇവരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചന്ദ്രഭാനു സാറ് എത്തിയിട്ടില്ല. ഞാൻ അഷറഫ്, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ക്ഷണിക്കുന്നു രണ്ടു വാക്ക് സംസാരിക്കാം. ചർച്ച ചെയ്ത് അത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സംഘടിത ശക്തിയോട് സാധ്യമാവും. അവിടെയാണ് നമ്മളിപ്പോൾ ഈ സൊസൈറ്റി രൂപീകരിച്ചിട്ട് 200ഓളം അംഗങ്ങൾ വളരെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന മട്ടാഞ്ചേരി RTO, ജോയിന്റ് RTO പ്രിയനായ ചന്ദ്രബാലവകൾ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സംഘടിത മേഖല പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പരസ്പര പ്രശ്നങ്ങളും മറ്റുണ്ടാകുന്ന കൊച്ചിയുടെ മാന്യതമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ മാന്യമായ സ്വീകരിക്കുകയും നമ്മൾ ഇടപെടലുകൾ ആ ഇടപെടലുകൾ അവരും അവരുടെ വെബ്സൈറ്റിലും മറ്റും ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന KL43 ടാക്സി ഡ്രൈവേഴ്സ് സൊസൈറ്റി ഫോർട്ട് കൊച്ചിയിലെ ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയപ്പെടേണ്ട ആൾക്കാരാണ്. സംശയമുണ്ടോ? ഇല്ല. കാരണം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് കേരളത്തിലെത്തും. നിർബന്ധമായിട്ട് ഭാഗമായ മട്ടാഞ്ചേരിയിൽ വരാതെ ഒരൊറ്റയാളും പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരു 4 വർഷം മുമ്പ് ഇവിടെ MD ആയിട്ട് വർക്ക് ചെയ്തതാണ്. 3.5 വർഷം വർക്ക് ചെയ്തതാണ്. 4 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ വരുന്ന ആൾക്കാർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ, നമ്മുടെ പൈതൃകം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ 100% ബാധ്യസ്ഥരാണ്. കാരണം ആ ഒരാളുടെ പ്രവർത്തനമാണ് ആ ഒരു ടാക്സി ഡ്രൈവറുടെ വാഹനം ആരോടിച്ചാലും, ഇന്ത്യൻ പ്രധാനമന്ത്രി ഓടിച്ചാലും അമേരിക്കൻ പ്രസിഡന്റ് ഓടിച്ചാലും വാഹനം ഓടിക്കുന്ന ആളെ ഡ്രൈവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ ആ ഡ്രൈവറുടെ പ്രവൃത്തിയാണ് നമ്മുടെ പൈതൃകത്തെ എടുത്തു കാട്ടുന്നത്. 100% അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളെക്കുറിച്ച് യാതൊരുവിധ പരാതിയും ഇന്നേ വരെ സബ് ഓഫീസിൽ മട്ടാഞ്ചേരിയിൽ എത്തിയിട്ടില്ല. ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ മുമ്പോട്ട് അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം, റിക്വസ്റ്റാണത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി മോട്ടോർ ഡിപ്പാർട്ട്മെന്റ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് വളരെ മോശമായിട്ട്, എല്ലാവരെയും കുറിച്ചുമല്ല, കുറച്ച് ആൾക്കാരെ കുറിച്ച്, അതായത് വാഹനത്തിന് അത്യാവശ്യം വേണ്ട ടാക്സ്, പെർമിറ്റ്, ഇൻഷുറൻസ് ഒന്നുമില്ല. പക്ഷെ അവര് നൈറ്റ് ഡ്രൈവ്
മാത്രമേ നടത്തുകയുള്ളൂ. ഒരു ചെക്കിങ്ങോ എന്തുകൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാൻഡിലേക്ക് അവർ പോവില്ല. ഉദ്യോഗസ്ഥന്മാർ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതൊരു ശരിയായ നടപടിയല്ല. നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഉപദ്രവിക്കാൻ പെട്ടെന്ന് സാധിക്കും, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും പെട്ടെന്ന് സാധിക്കും. പക്ഷേ അവരുടെ ജീവിത രീതിയാണ് മുടക്കുന്നത്. എനിക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ യാതൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ നിത്യത്തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 2 ബസ്സുകാർ ഡ്രൈവർമാർ, ഒന്ന് ബ്യൂട്ടി പാർക്കിൽ കൂടെ ഒരു കൈ സ്റ്റിയറിംഗ് ഒരു കൈ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് അഭ്യാസം കാണിക്കുകയായിരുന്നു. ഞാൻ അയാളെ വിളിച്ച്, അനുപെന്നാണ് പേര്, അയാളെ വിളിച്ച് ഓഫീസിൽ കൊണ്ടുവന്നു. ഓഫീസിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കുറേ സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനൂപേ, നിന്റെ കയ്യിലാണ് 45-50 പേരെ ജീവനിരിക്കുന്നത്, നീ അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് മിനിമം 6 മാസം സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ലൈസൻസ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മിനിമം 6 മാസം സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ 6 മാസം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്, സാധിക്കും. ഒരു നോട്ടീസ് കൊടുത്തിട്ട് 6 മാസം സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു തൊഴിലിൽ നിന്ന് 6 മാസത്തേക്ക് അയാൾ മാറി നിൽക്കുകയാണ്. അയാളുടെ കുടുംബം ഇതൊന്നും അറിഞ്ഞതൊന്നുമല്ല, കുട്ടികൾ പഠിക്കുന്നവരാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ പ്യാരി ജംഗ്ഷനിൽ വെച്ച് സംഭവിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ഡ്രൈവർമാരെ പറയണമെന്നിട്ട് കാര്യമില്ല. ഞാൻ ഉടനെ തന്നെ എൻ്റെ അസോസിയേഷന്റെ ആൾക്കാരുമായിട്ട്, ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. പിന്നെ ഞാൻ നമ്മുടെ പോലീസ് ജനമേത്രി പോലീസ് സ്റ്റേഷനിൽ വെച്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം തന്നെ വിശദമായി അവരോട് അവതരിപ്പിക്കുകയും ചെയ്തു. അവരതിന് പൂർണ്ണ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ടാക്സി ഡ്രൈവേഴ്സാണ്. കാരണം ഓൺലൈനിന്റെ കടന്നുകയറ്റം, രണ്ടാമത് കള്ള ടാക്സി. കേരളത്തിൽ ഏറ്റവും കൂടുതലാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഫോം ചെയ്തു അന്നോട്ടുള്ള ആളുകളുടെ ടാക്സി. നിങ്ങളാണെങ്കിൽ കറക്റ്റായിട്ട്, നമ്മളാണെങ്കിൽ കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്നു, വർഷാവർഷം CF ചെയ്യുന്നു, ഇൻഷുറൻസ് എടുക്കുന്നു, ഭീമമായ എമൗണ്ട് മുടക്കി ഇൻഷുറൻസ് എടുക്കുന്നു. CF ടെസ്റ്റ് നടത്തുന്നതിനുള്ള പൈസ ഭീമമായിട്ടുള്ള എമൗണ്ടാണ്, സംശയമൊന്നുമില്ല. വണ്ടി പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇവരങ്ങനെയല്ല, പൈസയുള്ള ഒരാളൊരു ഇന്നോവയോ സുമോയോ അതുപോലുള്ള ടവേരയോ അതുപോലുള്ള സ്കോപ്പിയോ ഇതുപോലുള്ള വണ്ടി വീട്ടിലെടുത്തിരുന്നു. അയൽവക്കക്കാരന് എയർപോർട്ടിൽ പോകണമെങ്കിലോ എവിടെ പോകണമെങ്കിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ വാഹനമാണ് കൊണ്ടുപോകുന്നത്. പലപ്പോഴും നിങ്ങൾ വിളിച്ച് പരാതി പറയാറുണ്ട്. പക്ഷെ നമ്മളതിനകത്ത് സത്യം പറഞ്ഞാൽ നിസ്സഹായരാകുകയാണ് ചെയ്യുന്നത്. കാരണം ചെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ സമയത്ത് ആ വണ്ടി അവിടെ നിർത്തിക്കൊണ്ടാകും. അതല്ലെങ്കിൽ അതിലിരിക്കുന്ന യാത്രക്കാരെ ശരിക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കും, ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. നമ്മളവർക്ക് ഒരു കേസ് ചെല്ലാൻ അല്ലെങ്കിൽ കേസ് എഴുതി കഴിഞ്ഞാൽ പോലും ആ വാഹനം നിഷ്പ്രയാസം കോടതിയിൽ നിന്ന് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളാണ്, വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ പോലും ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും സമൂഹത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ജഗദീശ്വരൻ നിങ്ങളെ അനുവദിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. മെമ്പർഷിപ്പ് കാർഡ് വിതരണോദ്ഘാടനമാണ് ഇവിടെ ചന്ദ്രബാബു സാറിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ സീനിയർ മെമ്പറും നമ്മുടെ ഈ ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ, ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് മുതലുള്ള ഒരു വ്യക്തി കൂടിയായ നമ്മുടെ സലാംക്കാണ് ഈ നമ്മുടെ മെമ്പർഷിപ്പ് കാർഡ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. അതിനകത്ത് കള്ള ടാക്സി അതൊരു മെയിൻ വിഷയമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ മട്ടാഞ്ചേരി ജോയിന്റ് ആർട്ടിഒ എന്ന നിലയ്ക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരും അവിടെയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് പരാതി എഴുതി തരുവോ, എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ ചെയ്യാവുന്നതാണ്. എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതമാണ്. ഞങ്ങള് 276 പേരുണ്ട്, 300-350 വണ്ടികളുണ്ട്. ഞങ്ങളുടെ വണ്ടികൾ എപ്പോഴും ഉണ്ടാവും സാറിന് എന്തെങ്കിലും സഹായത്തിനും. ഈ എനിക്ക് ഒരു ഓഫീസ് സ്വന്തമായിട്ടുള്ള അപ്പൊ അതിലേക്കായിട്ട് നമ്മള് എല്ലാവരും മുന്നിട്ട് നിന്ന് ചെയ്ത ഒരു ലക്കി ഡ്രോ കൂപ്പന്റെ നറുക്കെടുപ്പാണ്. ആ നറുക്കെടുപ്പ് നടത്തുന്നതിനായിട്ട് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷെർഫ് കെ ക്ഷണിക്കുന്നു. നമുക്ക് അവസാനത്തെ മുതലുള്ള സമ്മാനമാണ് നമ്മള് ആദ്യം എടുക്കുന്നത് അയൺ ബോക്സ് ആണ്.
തേപ്പ് ഇട്ട് നടക്കാന്നുള്ള അയൺ ബോക്സ്. അഞ്ജു പള്ളുരുത്തി. 14 സമ്മാനമായ ഡിന്നർ സെറ്റ് പ്രവീണ വൈറ്റ്ല. ഇതിന്റെ 13 സമ്മാനം സാബു 3251. പ്രതീഷ് ജോസഫ് 25. 11 സമ്മാനം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കുട്ടൻ. 10 സമ്മാനം ബിരിയാണി പോട്ട് ഷെഫീഖ് എണ്ണം. 9 സമ്മാനം ഇഞ്ചക്ഷൻ കുക്കർ ബൈജു ക്ലീറ്റസ് 3. 8 സമ്മാനം ബ്ലൂടൂത്ത് സ്പീക്കർ വിനീത് 4102. ഫസ്റ്റ് പ്രൈസ് സാറേ എൻ്റെ പേര് നോക്കി എടുക്കും സാറേ. സ്വരൂപ് 397. വാഷിംഗ് മെഷീൻ. അവസാന ഗോൾഡ് കോയിനാണ്, അരപ്പവന്റെ ഗോൾഡ് കോയിനാണ്. സജി മാമംഗലം ഗോൾഡ് കോയിൻ. ആരുമില്ല. സജി മാമംഗലം 4657 ആണ് നമ്പർ 4657. സാറിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ ഇറങ്ങണം. ഓക്കെ, താങ്ക് യു സാർ. സാർ പോയി. ക്ഷേമനിധി ബോർഡിനെ പറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നേത്ര പരിശോധന ക്യാമ്പും കൂടി ഉണ്ട് കേട്ടോ. ശ്രീ ആന്റണി പെരുമണിയെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ 280-90 വണ്ടികളുള്ള ഈ കൂട്ടായ്മയിലെ ഏക വനിത പ്രാതിനിധ്യം ശ്രീ ഷൈനി പ്രമോദിനെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഡ്രൈവറാണ്ടോ ഷൈനി ചേച്ചി, നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരോ നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ജാക്സനെ ക്ഷണിക്കുന്നു. നമ്മുടെ അബ്ദുൽ ബ്രോക്ക് കിട്ടിട്ടാ ആദരവ് കിട്ടി. കൈസ് ഇവിടെ നേത്ര പരിശോധന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുക എന്നുള്ളത്. അത് വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വാട്സാപ്പ് കൂട്ടായ്മയായിട്ട് തുടങ്ങിയ കാലം മുതലേ നമ്മളെല്ലാവരും കണ്ടൊരു സ്വപ്നമാണ്. ഇവിടെ കൊച്ചിയിലെ ഡ്രൈവേഴ്സിനും വേണ്ടി മാത്രമായിട്ട് ഒരു സംഘടന വേണം. അതില് ഇപ്പോ വരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മളെല്ലാവരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾക്കും അതിലൊരു കസ്റ്റമർക്കും കൂടുതൽ സർവീസ് കിട്ടുന്ന, നമ്മൾക്ക് കൂടുതൽ സർവീസ് കൊടുക്കാൻ പറ്റുകയും നമ്മൾക്ക് അതിന് പ്രതിഫലമായി കിട്ടുന്നത് പൂർണ്ണമായും നമ്മളിലേക്ക് തന്നെ എത്തുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അത് നമ്മള് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ഈ സംഘടനയിൽ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐഡി ഇതാണ്ട അഹല്യ ഫൗണ്ടേഷൻ. കാഴ്ചകൾ ഇനി തിമിരം തടസ്സമാവില്ല. ഇവരെ കോണ്ടാക്ട് ചെയ്താൽ വേണ്ട. പാലാരിയുടേതാണ്. ഇതൊക്കെ നമ്മുടെ KL43 പുലിക്കുട്ടന്മാരാണ്ട. പുലിമുരുകൻ പള്ളുരുത്തി പപ്പൻ. അപ്പൊ നമ്മുടെ ഒരു ചേട്ടച്ചാരനൊക്കെ ഉണ്ടായിരുന്നു. കൈക്കെന്ത് പറ്റിയേട്ടാ? വീണാ? കല്ല് തട്ടി വീണാ? അയ്യോ, ഇപ്പൊ ഒറ്റക്കൈ അല്ലേ? അടിപൊളി. പേരെന്താ ചേട്ടൻ്റെ? നാസിർ. നമ്മളെ നാസിർക്ക ഫോട്ടോജി കംപ്ലീറ്റ് ഏരിയ നമ്മുടെ നാസിർക്കണ്ട വരക്കണത്. അപ്പോൾ കൈ ഒടിഞ്ഞോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി വരക്കണ. അപ്പൊ കൈ ഒടിഞ്ഞിട്ട് നമ്മുടെ ഒറ്റ കൈക്കൊരു പരിപാടി ചെയ്യണ സംഭവം ഉണ്ടോ. ഓക്കെ നാസിർക്ക, ഞങ്ങൾ പോണേ, ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ഇവിടെ KL43 കൊച്ചി ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേറ്റില്ലേ, അതിന്റെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ YMCA. ആ അപ്പോൾ പരിപാടികളൊക്കെ വിട്ടു കൊടുക്കട്ടെ. ഓക്കെ വിട്ടോ.
അയ്യോ ഇവിടെ ഇങ്ങനെയൊക്കെയാ സീൻ സാധനം. അടിപൊളി ഫോട്ടോ സെഷൻ ആണ് ഇവിടെ. നമ്മുടെ ഐക്യർ മച്ചാൻ പരിപാടി ഞങ്ങൾ കളറാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ബിരിയാണി കഴിച്ചോളാം, ബിരിയാണി കഴിക്കണം. ഫുഡ് അടിക്കട്ടെടാ, ഫുഡ് അടിക്കട്ടെ. ഈ ഒരു കൂപ്പണാട്ടാ ഫസ്റ്റ് അടിച്ചേക്കണത്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മച്ചാനെ സെറ്റാണ്. വേറെ സീൻ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കൂടാ. കരോക്കെ ഇട്ടിട്ടുണ്ട്, ഒരു പാട്ടും കൂടി പാടി സെറ്റാവണം. നമ്മുടെ ഒരു മെയിൻ സബ്സ്ക്രൈബറാണ് അച്ചാനും കൂടി വന്നിട്ടുണ്ട്. അപ്പം ബ്രോ പൊളിക്കണേട്ടാ. അടുത്ത വീഡിയോയിൽ കാണടാ, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഈ ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടിയിരിക്കണം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ടാ. പിന്നെ KL43 എല്ലാ മച്ചന്മാർക്കും, KL43 ടാക്സി അസോസിയേഷൻ കൂപ്പൺ എടുത്ത എല്ലാ മച്ചന്മാർക്കും എൻ്റെ ഹൃദയത്തോടെ ചേർന്ന വലിയ നന്ദിയുണ്ടാ. എല്ലാ മച്ചന്മാരും ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചി ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കൂപ്പൺ എടുത്ത മച്ചന്മാർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ചേട്ടൻ ഹായ് 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 ഹായ്, പേരെന്ന് പറയൂ? നെൽസൺ ചേട്ടൻ നെൽസൺ മുണ്ടമ്പലി ഉണ്ട് നമ്മുടെ ഇവിടെ. അപ്പൊ ഇനി കണ്ടക്കളവ്. അപ്പൊ എല്ലാ മച്ചന്മാരും ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും എപ്പോഴുള്ളത് ഈ 2 ദിവസത്തിനുള്ളിൽ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അതെ വീഡിയോ കോളല്ല, സലാമൊക്കെ ഉണ്ട്. സലാമക്കയുടെ പാട്ടൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും നന്ദി കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ്. നമ്മുടെ മച്ചാനാണ് കേട്ടോ TV അടിച്ചേക്കണത്. അപ്പം TV കിട്ടിയിട്ടാ നമ്മ ഇത്രയും കൂപ്പൺ നമ്മുടെ സബ്സ്ക്രൈബറെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഒരാൾക്ക് ഗുണമുണ്ടായത് നമ്മുടെ TV ആണ് കേട്ടോ. TV അപ്പം ഇപ്പം കൂപ്പൺ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂപ്പൺ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നാളെയും കിട്ടിയില്ലെങ്കിലും 50 രൂപ ഒരു TV കിട്ടിയില്ല ഗൈസ്. നാലാം സമ്മാനം LED TV. 3723 പേര് ഓസ്റ്റിൻ തോമസ്. ഗൈസ് നമ്മുടെ പ്രൈസ് അടിച്ച TV ഒന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ മച്ചാനും കൊണ്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടാ. അപ്പോൾ കൊടുക്കാൻ വേണ്ടി പോണേട്ടാ. ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ടർബോ ഉണ്ട് കേട്ടോ, TV കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോണേണ് ഞങ്ങൾ. പുള്ളിയുടെ വീട് കുമ്പളങ്ങിയിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കുമ്പളങ്ങിയിലേക്കുള്ള ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ കൂപ്പണൊക്കെ എടുത്ത് സഹായിച്ച ഒരാൾക്കെങ്കിലും നമുക്ക് 10-15,000 രൂപ വിലയുള്ള ഒരു TV കൊടുക്കാൻ പറ്റിയല്ല. ഗൈസ് ദേ ഈ TV വേണ്ട 32 ഇഞ്ച്. എന്തായാലും കിട്ടിയ മച്ചാന് ഭയങ്കര ലക്കാണ്ട. എനിക്ക് തോന്നുന്നത് ഗൈസ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പോയി TV കൊടുക്കട്ടെടാ. ഇതാണ് വീട്, പുള്ളിക്കാരൻ്റെ അവിടെ. TV വീട്ടിലെത്തി. യെസ്, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. പോയിക്കോട്ടെ. ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ പോണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. ഈസപ്പാ നമ്മുടെ കൂപ്പൺ എടുത്ത എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ടാ. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇനിയും അവസരങ്ങൾ വരും, അപ്പോൾ പരിശ്രമിക്കുക. എല്ലാം ലക്കാണ്. ഇപ്പോൾ അതെ നമ്മുടെ ഒരു മച്ചാനെ കിട്ടിയതുപോലെ അടുത്ത ഒരാൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ബൈ.